ജില്ലാ ജുഡീഷ്യൽ ആസ്ഥാനമായ തലശ്ശേരിയിൽ നിർമ്മിച്ച പുതിയ കോടതി കെട്ടിട സമുച്ചയം ശനിയാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 10 കോടതികളുടെ പ്രവർത്തന ഉദ്ഘാടനം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ നിർവഹിക്കുമെന്നും ജില്ലാ സെഷൻസ് ജഡ്ജ് കെ.ടി. നിസാർ അഹമ്മദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയപാതയോരത്ത് അറബിക്കടലിന് അഭിമുഖമായി 8 നിലകളിലായാണ് പുതിയ കോടതി കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. കെട്ടിടത്തിൽ 136 മുറികളുണ്ട്. കോർട്ട് കോംപ്ലക്സ് ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയനും കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാറും നിർവഹിക്കും. നിയമസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി എ.കെ. ജയകൃഷ്ണൻ നമ്പ്യാരും സ്പീക്കർ എ.എൻ. ഷംസീർ, മന്ത്രിമാർ, എം.പിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ ജഡ്ജ് കെ.ടി. നിസാർ അഹമ്മദ് പറഞ്ഞു. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി പണി പൂർത്തിയായത് നാളെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് നിതിൻ ജാംദാർ അവർകളും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. കെട്ടിടോദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ആ കോടതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന 10 കോടതികളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ചീഫ് ജസ്റ്റിസാണ്. ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരള നിയമസഭാ സ്പീക്കറും തലശ്ശേരിയുടെ MLA-യുമായ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എൻ ഷംസീർ അവർകളാണ്. കോടതി ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജ് ജെ. വിമൽ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ബി. കരുണാകരൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ കെ. അജിത് കുമാർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ.എ. സജീവൻ, സെക്രട്ടറി ജി.പി. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തലശ്ശേരിയിൽ വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയും നടന്നു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.